കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാണ് ചതിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം തേടി ആർക്കും അധികം അലയേണ്ട കാര്യമൊന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രമല്ല, കേരളത്തിൻ്റെ കായിക മേഖലയെ മുഴുവൻ വെച്ച് വാണിഭം നടത്തി വിഭജിച്ചിരിക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ ഭരണകൂട സംവിധാനം കായിക മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളും സ്വന്തം കീശയും വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലബ്ബുകളെയും കായിക മേഖലയും ഇവർ ബലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് തവണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഇവിടുത്തെ അധികൃതരിൽ നിന്നുള്ള വേട്ടയാടലുകൾ സഹിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. നേരത്തെ ട്രെയിനിങ് ഗ്രൗണ്ട് അടച്ചു പൂട്ടിയത് നിങ്ങൾ മുൻ വർഷങ്ങളിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. സെലക്ഷൻ ട്രയൽസിന് വേണ്ടി വന്ന പിള്ളേരെ പൊരി വെയിലത്ത് നിർത്തി ഗ്രൗണ്ടിൻ്റെ ഗേറ്റ് അടച്ചതും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അത്രമാത്രം പീഡനങ്ങൾക്കൊടുവിൽ വീണ്ടും മറ്റൊരു അധ്യായം കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇവന്മാരുടെയൊക്കെ റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തി സ്റ്റേഡിയം ചവിട്ടി നശിപ്പിച്ചത് ആരുടെ പിടിപ്പുകളാണ്? ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും അതിൻ്റെ ഗവേണൻസ് കൗൺസിലുള്ള ആളുകളും എല്ലാം ഒരു പ്രത്യേക പാർട്ടിക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അവരെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ അടിമകൾ ഉണ്ടായതുകൊണ്ട് എന്ത് ന്യായീകരിച്ച് മുന്നോട്ട് പോകും. ഒരു മരമുറിക്കാരൻ വന്നിട്ട് ഈ ഒരു ക്ലബിനെയും സ്റ്റേഡിയത്തിനെയും എങ്ങനെ നശിപ്പിച്ചു എന്ന് നിങ്ങൾ കാണാം. 70 കോടി രൂപയുടെ വികസനം ഈ സ്റ്റേഡിയത്തിൽ കൊണ്ടുവരും. മലബാർ സൈഡിലുള്ള 1-2 യൂട്യൂബർമാരെ വിളിച്ചു വരുത്തി PR വർക്ക് നടത്തി എന്തൊക്കെയോ നടത്തി. ഇവിടെ വലിയ ഫെസിലിറ്റീസ് ഉണ്ടാക്കി സ്റ്റേഡിയം ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് പറഞ്ഞു. മുൻപുള്ളതിനേക്കാൾ പരിതാപകരമാണ് സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ. നിങ്ങൾ കാണണം, മഴ പെയ്യുമ്പം പുറത്ത് വീഴുന്നതിനെക്കാട്ടി കൂടുതൽ വെള്ളം അകത്ത് വീഴുന്നുണ്ട്. അത് കൂടുതലൊന്നും പറയണ്ട. റെനോവേഷൻ എന്ന പേരിൽ സ്റ്റേഡിയത്തിൻ്റെ പുറത്തുള്ള മരം മുഴുവൻ വെട്ടിക്കടത്തുകയാണ് ഈ മരം വെട്ടിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പണ്ട് തൊട്ട് അന്നും ഒന്നും ഇങ്ങനെ തന്നെ ആളുകളെ പറ്റിച്ച് കണ്ണിൽ പൊടിയിട്ട് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാണ്. ഇവന്മാരുടെ മാംഗോ ഫോൺ പോലെയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു തേപ്പ് പരിപാടിയാണ്. ഇവിടെ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല, നമ്മളെ പച്ചയ്ക്ക് പറ്റിക്കുവാണെന്ന് പലതവണ ഞാൻ പറഞ്ഞപ്പം എൻ്റെ അടിയിൽ കുറേ എണ്ണം കമൻറ്റ് ബോക്സിൽ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ എണ്ണത്തിൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ മരം വെട്ടിയും പിന്നെ കുറേ സ്വാർത്ഥ താല്പര്യക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് ഈ ഒരു ക്ലബിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ബെറ്റർ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ വിട്ടു പോകുന്നത് തന്നെയായിരിക്കും. കായിക മേഖല ഒരു തരത്തിലും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ഭരണകൂടങ്ങൾ ഉള്ളിടത്തോളം അവർക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗ്ഗങ്ങൾ തേടി പോവുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ നമ്മൾ ഒരുപാട് തവണ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പിഴച്ച സംവിധാനത്തിൽ എന്തിന് അവർ കായിക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. ഭരണകൂടം അവരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ ഇവർ വിശ്വസിച്ച് ഈ ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യും? ബെറ്റർ അവർ ഇവിടുന്ന് പോകുന്നത് തന്നെയായിരിക്കും. കേരളത്തിന് ആകെയുള്ള ഒരു നാഷണൽ ലെവൽ ക്ലബ്ബ് പോകുന്നതല്ലല്ലോ, അടിച്ചു ഓടിക്കുന്നതാണല്ലോ. ഈ ഒരു പരിപാടി ഇവർ എങ്ങനെയാണ് അവരെ ട്രാപ്പ് ചെയ്തെന്ന് ആലോചിക്കണം. അവർ സ്വന്തമായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കി ഇനിയിപ്പോൾ അവർ വേഗം വിട്ടു പോകത്തില്ലെന്നുള്ള റിയലൈസ് ചെയ്ത ശേഷം ചെക്ക്മേറ്റ് വെക്കുന്നു. ഹൗ ബ്രൂട്ടൽ, ക്രൂവൽ, കണ്ണിങ്. ഈ സിസ്റ്റവും അതിൻ്റെ അധികാരവും ഒക്കെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് വീർപ്പ് മുട്ടിച്ച് ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല.